എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോണി ഹോം തിയേറ്റർ സിസ്റ്റമാണ്. അപ്പോൾ ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് DVD ഹോം തിയേറ്റർ സിസ്റ്റം DAV DZ510. അപ്പോൾ 510 എന്ന മോഡലിൻ്റെ ഒരിതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് DZ510. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് പ്ലീസ് വെയിറ്റ് പ്രോബ്ലമാണ്. അതായത് നമ്മൾ ഓൺ ചെയ്ത് DVD ആയിരുന്നാലും USB-യിലിട്ട് കഴിഞ്ഞാലും പ്ലീസ് വെയിറ്റ് എന്നും പറഞ്ഞ് ഇതിലിങ്ങനെ എഴുതി കാണിച്ചിരിക്കും. പക്ഷേ അത് മാറുകയോ റീഡിങ് വരികയോ ഒന്നും ചെയ്യില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം. അപ്പോൾ നമുക്ക് ആ പ്രോബ്ലം ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ പവർ കൊടുത്തിട്ടുണ്ട്. ഈ പവർ ഇൻഡിക്കേഷനും കാര്യങ്ങളൊന്നും ഇല്ല ഇതിനകത്ത്. ജസ്റ്റ് പവർ ഓൺ ചെയ്യുക. അപ്പോൾ വോളിയം വന്നിട്ടുണ്ട്. ഓക്കെ, ഉണ്ടോ? ഇപ്പോൾ ഇത് DVD USB-യിലാണോ കിടക്കുന്നത്? ഇതാണ് ഇതിൻ്റെ പ്രോബ്ലം. ഈ പ്ലീസ് വെയിറ്റ് എന്നുള്ളത് നമുക്ക് ഫങ്ഷൻ മാറ്റി നോക്കാം. ഇപ്പോൾ ടി വിയിൽ പ്ലീസ് വെയിറ്റ് കാണിക്കത്തില്ല, ഓഡിയോ ഇന്നിൽ പ്ലീസ് വെയിറ്റ് കാണിക്കത്തില്ല. DVD വന്നു കഴിഞ്ഞാൽ അത് DVD മാറിയിട്ട് റീഡിങ് വരാനുള്ളടുത്ത് പ്ലീസ് വെയിറ്റ് എന്ന് വെക്കും. DVD ഡ്രൈവ് ഓപ്പൺ ചെയ്യാനുള്ള ഈ സ്വിച്ച് നമ്മൾ നെക്കി കഴിഞ്ഞാലും യാതൊരു ഫങ്ഷനിങ്ങും വരത്തില്ല. അത് ഈ പ്ലീസ് വെയിറ്റ് എന്നും പറഞ്ഞ് എന്നെ എഴുതി കാണിച്ചിരിക്കും. അതേ കണക്ക് തന്നെ ടൂണറിൽ പ്ലീസ് വെയിറ്റ് എന്ന് വരില്ല. പക്ഷേ ഈ ഒരു USB കൊടുക്കുമ്പോഴത്തേക്കും ആ ഫങ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാലും അതിലും ഈ പ്ലീസ് വെയിറ്റ് എന്നുള്ള കംപ്ലൈൻറ്റ് വരും. പിന്നെ നമ്മൾ ഓഡിയോ ഇന്ന് TV ഈ റേഡിയോ ഇതിലൊന്നും സൗണ്ടും വരത്തില്ല. അതാണ് ഈ ഒരു പ്ലെയറിൻ്റെ പ്രശ്നം. ഓക്കെ, ഇതെങ്ങനെ നമുക്ക് റിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് വരാനുള്ള കാരണം ഇതിൻ്റെ മെമ്മറി റീഡ് ആകുന്നില്ല. അതായത് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയും. ഈ റാൻഡം ആക്സസ് മെമ്മറി കറക്റ്റായിട്ട് അതിൻ്റെ കോണ്ടാക്റ്റ് കിട്ടാതെ വരികയോ അല്ലെന്നുണ്ടെങ്കിൽ റാൻഡം ആക്സസ് മെമ്മറി കംപ്ലൈൻ്റ് ആവുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു പ്ലീസ് വെയിറ്റ് എന്നുള്ള പ്രോബ്ലം ഇതുപോലുള്ള പല മോഡൽസുകളിലും ഉണ്ടാകുന്നത്. ഓക്കെ, അതിന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കണം. ഇത് ഓപ്പൺ ചെയ്യുന്നത് വെച്ചാൽ ഫുൾ ഓപ്പൺ ചെയ്യണം. നമുക്ക് ആ ബോർഡ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, റാം ചിപ്പിൻ്റെ ഏരിയ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത് ഫുള്ള് ഓപ്പൺ ചെയ്തെടുത്തിട്ട് വരാം. ആ റാം ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാനിത് ഫുള്ള് അഴിച്ച് പറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ ലോജിക് ബോർഡ് എന്ന് പറയുന്നത്. ഈ ഇരിക്കുന്നത് മെയിൻ പ്രോസസ്സർ IC ആണ്. ഇത് കൺട്രോളർ IC, ഇത് NAND ഫ്ലാഷ്. ഇവിടെ വരുന്ന ഈ ഒരു IC ആണ് റാം IC എന്ന് പറയുന്നത്. അപ്പോൾ ഈ റാം IC-യിൽ വരുന്ന കംപ്ലൈൻ്റ് ആണ് ഈ പ്ലീസ് വെയിറ്റ് എന്ന് വരുന്നത്. ഈ പ്ലീസ് വെയിറ്റും വരും, ഹലോ എന്ന് മാത്രം എഴുതി കാണിക്കുന്ന ഒരു കംപ്ലൈൻറ്റും വരുന്നത് ഈ ഒരു റാം IC-യുടെ കംപ്ലൈൻറ്റ് വന്നിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോർഡ് തന്നെ നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും. നല്ല രീതിയിൽ ഡസ്റ്റൊക്കെ ആയിട്ട് ഈ പച്ച കളറിൽ ക്ലാവ് എന്ന് പറയും, ആ ക്ലാവ് പിടിച്ച് പലയിടത്തും ഇരിപ്പുണ്ട്. നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. വളരെ മോശം കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഉണ്ടല്ലോ ഈ മെയിൻ IC-യുടെ ലെഗ് കാര്യങ്ങൾ. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ഓവർ കറണ്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, നമ്മുടെ ഔട്ട്പുട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വരുന്ന ഈ ഒരു സെക്ഷനിൽ ഉള്ള റെസിസ്റ്റൻസിൻ്റെ ഈ ഒരു മൊത്ത പാർട്ടിലും ഇതേ കണക്ക് ക്ലാവ് പിടിച്ചിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ വരുന്ന ഈ നെറ്റ്വർക്ക് റെസിസ്റ്റൻസുകൾ, ഇവിടെ ഇഷ്ടംപോലെ നെറ്റ്വർക്ക് റെസിസ്റ്റൻസ് ഉണ്ടാവും. ഈ കാണുന്നത് ഇവിടെ എല്ലാം ക്ലാവ് പിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം പോകുന്നത് ഈ ഒരു റാം IC-യിലോട്ടാണ്. പിന്നെ അത് കണക്ക് തന്നെ മെയിൻ പ്രോസസ്സർ IC-യുടെ ഫുള്ള് ലെഗുകളും മൊത്തം ഡസ്റ്റായിട്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഇത് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോർഡിൻ്റെ കണ്ടീഷൻ അങ്ങനെയാണ് ഓരോ ലെഗിലും. നമ്മളിപ്പോൾ ഇത് മൊത്തം ക്ലീൻ ചെയ്തെടുക്കാൻ പോവുകയാണ്. ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാലും ഈ പച്ച ക്ലാവ് വന്നു കഴിഞ്ഞാൽ ഇതിന് നമ്മുടെ ലെഡ് ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട്, ഡ്രൈ ആയിട്ട് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നേരെ നല്ല രീതിയിലുള്ള ആ ഒരു കോണ്ടാക്റ്റ് ഒരിക്കലും ഇതിന് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഈ നെറ്റ്വർക്ക് റെസിസ്റ്റൻസ് മുഴുവനും ചെക്ക് ചെയ്യണം. അതിനുശേഷം ഇതെല്ലാം രണ്ടാമത് റീസോൾഡറിങ് ചെയ്യണം. അതിനുശേഷം ക്ലീൻ ചെയ്ത് ഇത് എടുത്ത് ഇതിൻ്റെ നെറ്റ്വർക്ക് റെസിസ്റ്റൻസ് എല്ലാം സോൾഡർ ചെയ്ത് ഇതിൻ്റെ ലെഗൊക്കെ സോൾഡർ ചെയ്ത് ഇവിടെ നിന്നുള്ള പൊടിയൊക്കെ കളഞ്ഞ് ഈ ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു
സൗണ്ട് എസ് മാസ്റ്റർ ഐ സി എന്ന് പറയും. 3 എസ് മാസ്റ്റർ ഐ സി ഉണ്ടാവും ഇതിൽ. 1 2 3. അപ്പോൾ അതിൻ്റെ ലെഗുകളും കാര്യങ്ങളും എല്ലാം ഇതേ കണക്ക് ഫുള്ള് പൊട്ടി കയറി കറുത്ത ആ ഒരു ഇത് പിന്നെ ക്ലാവ് കണക്കുള്ള ലെഗ് കാര്യങ്ങൾ അതിൻ്റെ ലെഗിലും ഉണ്ട്. ടോട്ടലി ബോർഡിലെ എല്ലാ ഐ സിയിലും അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ സർവീസ് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ കോണ്ടാക്റ്റ് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഇത് ഫുള്ളി ഡെഡ് ആവാൻ സാധ്യതയുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് സൗണ്ട് ഓഡിയോ ഔട്ട്പുട്ട് കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ പക്ഷേ ഇതിൻ്റെ ഓണർക്ക് എന്ത് റിസ്ക് ആയാലും കുഴപ്പമില്ല. ഇത് റെഡിയാക്കി കിട്ടുമെങ്കിൽ ചെയ്യാൻ പറഞ്ഞ് തന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് എടുത്ത് എല്ലാവർക്കും ഒന്ന് ക്ലീൻ ചെയ്ത് ഈ നെറ്റ്വർക്ക് റെസിസ്റ്റൻസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അതൊക്കെ സോൾഡർ ചെയ്തിട്ട് വരാം. അപ്പോൾ ഈ ബോർഡ് ഞാൻ ഫുള്ള് നല്ല രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ആദ്യം ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഴിച്ചു പറക്കിയല്ല, ഞാൻ ബ്രഷ് ചെയ്താണ് ക്ലീൻ ചെയ്തിരിക്കുന്നത്. അഴിച്ചു പറക്കി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കമ്പോണൻ്റ് ഇളകി പോകുമെന്ന് എഴുതിയിട്ട് ഞാൻ ബ്രഷ് വെച്ച് തന്നെ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് ബ്ലോവർ വെച്ചൊക്കെ അടിച്ച് ആ പൊടിയെല്ലാം കളഞ്ഞ് ഈ ഐ സി ഇവിടെയൊക്കെ നല്ല ഇതായിട്ടിരുന്നതാണ്. അങ്ങനെ മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് ഈ നെറ്റ്വർക്ക് ഐ സി ഫുൾ 1 by 1 ചെക്ക് ചെയ്ത് ഇത് 47 ohmsൻ്റെ നെറ്റ്വർക്ക് റെസിസ്റ്റൻസാണ് മൊത്തം കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് റെസിസ്റ്റൻസിനൊന്നും യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല. ഓക്കെ, ഈ കാണുന്ന നെറ്റ്വർക്ക് റെസിസ്റ്റൻസിനൊന്നും യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല. എന്നിട്ട് ക്ലീൻ ചെയ്ത് ഞാൻ ഒന്ന് ഓൺ ചെയ്ത് നോക്കി. അപ്പോഴും ഈ ഒരു സെയിം പ്രോബ്ലം തന്നെയാണ്. അതിനുശേഷം ഞാൻ ഇവിടുത്തെ വരുന്ന ഈ ഒരു നമ്മുടെ ഈ റാം ഐ സി ചേഞ്ച് ആക്കി. ഓക്കെ, ഈ പിന്നെ ഇവിടെ ഇരുന്ന റാം ഐ സി എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു റാം ഐ സി ആണ് ഇവിടെ ഇരുന്നത്. ഇതിനെ ഞാൻ ഇളക്കി മാറ്റിയിട്ട് പിന്നെ വേറൊരു പുതിയ റാം ഐ സി ഇട്ടു. നമ്മുടെ ആ ഒരു കംപ്ലൈൻറ്റ്, ഈ പ്ലീസ് വെയിറ്റ് എന്നുള്ള കംപ്ലൈൻറ്റ് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അത് ഈ നെറ്റ്വർക്ക് റെസിസ്റ്റൻസിന് കുഴപ്പമില്ലായിരുന്നു, റാം ഐ സി തന്നെ ഡാമേജസ് ആയിരുന്നു. അപ്പോൾ ചില കേസുകളിൽ നമ്മൾ റാം ഐ സി മാറ്റി കഴിഞ്ഞാലും ഈ ഒരു പ്ലീസ് വെയിറ്റ് എന്നുള്ള പ്രോബ്ലം വരും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇതിൻ്റെ 3.3 വോൾട്ടേജ് റെയിൽ, ഇതിൽ എത്രത്തോളം 3.3 വോൾട്ടേജ് റെയിലുണ്ടോ അത് മൊത്തം ചെക്ക് ചെയ്യണം. 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യണം. എവിടെയെങ്കിലും മിസ്സിങ് വോൾട്ടേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് മിസ്സിങ് വോൾട്ടേജ് ഒന്നുമില്ല, റാം ഐ സി മാറ്റി നെറ്റ്വർക്ക് റെസിസ്റ്റൻസ് മാറ്റി എന്നിട്ടും പ്ലീസ് വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രോസസ്സർ കംപ്ലൈൻ്റ് ആണ്. അത് നമുക്ക് ശരിയാക്കാൻ പറ്റത്തില്ല. ഈ ബോർഡ് തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ബോർഡിൽ നമുക്കിവിടെ ഈ റാം ഐ സി മാറിയപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു പ്രശ്നം മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഞാൻ ഒന്ന് പവർ കൊടുത്ത് ഓൺ ചെയ്യാം. ഓക്കെ, ഞാൻ പവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓൺ ബട്ടൺ പ്രസ് ചെയ്ത് ഇവിടെ വോളിയം വന്നു, പ്ലീസ് വെയിറ്റ് റീഡിങ്. ഇപ്പോൾ പ്ലീസ് വെയിറ്റ് റീഡിങ് ആയി. നേരത്തെ ഇങ്ങനെ വരില്ല, ഈ ഒരു ഡോറൊന്നും ഓപ്പൺ ആവില്ല. പ്ലീസ് വെയിറ്റ് എന്ന് തന്നെ ഇങ്ങനെ എഴുതി കാണിച്ചിട്ടുണ്ട്. എത്ര നേരം വേണമെങ്കിലും അങ്ങനെ തന്നെ ഇറക്കും, വേറൊരു ഇതും ഉണ്ടാകത്തില്ല. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ അതേ കണക്ക് തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഫങ്ഷനിൽ യു എസ് ബി ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നോ ഡിവൈസ് എന്നാണ് ഇപ്പോൾ വരുന്നത്. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് വെയിറ്റ് എന്നുള്ള ഒരു രീതിയിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ചെക്ക് ചെയ്യണം. ഓഡിയോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫങ്ഷനിൽ ഇതിൽ ഓഡിയോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ USB ഇട്ടിട്ട് അതിലൊരു പാട്ട് പ്ലേ ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ എങ്ങനെയുണ്ട് ഓഡിയോ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സറൗണ്ട് ലെഫ്റ്റ്, ഇത് സറൗണ്ട് റൈറ്റ്. ഇനി ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ് അത് കേൾക്കുന്നുണ്ട്, ഫ്രണ്ട് ലെഫ്റ്റ് കേൾക്കുന്നുണ്ട്, സബ് കേൾക്കുന്നുണ്ട്, സെൻട്രൽ സ്പീക്കർ മ്യൂട്ടാണ്. ഓക്കെ, സെൻട്രൽ സ്പീക്കർ മ്യൂട്ടായിട്ട് കിടപ്പുണ്ട്. ബാക്കി എല്ലാ ചാനലുകളും
കേൾക്കുന്നുണ്ട്. അപ്പോൾ സെൻട്രൽ നമ്മൾ റിമോട്ടിലെ ഫങ്ഷനിൽ ചേഞ്ച് ആക്കി കഴിഞ്ഞാൽ അത് സെൻട്രൽ സ്പീക്കറും കേൾക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് പ്ലീസ് വെയിറ്റ് എന്നുള്ള ആ ഒരു എറർ മാറിയിട്ടുണ്ട്, ഓഡിയോ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു USB ആണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സോണി DVD ഹോം തിയേറ്റർ സിസ്റ്റം DAV DZ510 എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം നമുക്കിപ്പോൾ തിരിച്ച് വർക്കിംഗ് കണ്ടീഷനിലോട്ട് വന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.